എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തക്കാളി ചട്നിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണിത്. അപ്പോൾ ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചത്. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ഞാൻ ചേർക്കുന്നത്. 4 വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. 2 വലിയ തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 തക്കാളി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാതെയാണ് ഞാനിത് അരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തത്. ഒരു കടായിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്തത്. ഈ ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ടാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഇവിടെ റെഡിയാകും. അപ്പോൾ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണിത്. ഞാൻ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടൊമാറ്റോ ചട്നി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.